നമസ്തേ മിത്രങ്ങളെ. ഗണപതിയെ ഗൗനിക്കുന്നോനു ഗുണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതാണ് ഇന്നത്തെ വിഷയം. ഗണപതിയെ കേൾക്കാത്തവരായിട്ട് ആരും കാണത്തില്ല, ഗണപതിയെ തൊഴാത്തവരായിട്ടും ആരും കാണത്തില്ല. ഗണപതിക്ക് ഇതര ദൈവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇതര ആരാധനാമൂർത്തികളിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മറ്റൊരു ദേവന്മാരുടെ മുമ്പിലും നടത്താത്ത ചില ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഗണപതിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഗണപതി ക്ഷേത്രത്തിൽ എത്തിയാൽ ഗണപതിയുടെ വിഗ്രഹത്തെ നോക്കിക്കൊണ്ട് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് ഏവർക്കും അറിവുള്ളതാണ്. ഏത്തമിടിയിൽ മറ്റൊരു ദേവന്റെ മുമ്പിലും പോയി നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാൽ ഗണപതി ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ കാലുകൾ പരസ്പരം പിണച്ചും കൈകൾ പരസ്പരം പിണച്ചും കാതിൽ പിടിച്ചും ഏത്തമിടാറുണ്ട്. എന്താണ് ഇങ്ങനെ ചെയ്യുവാനുള്ള കാരണം? എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? ഈ ഗുസ്തിയും അഭ്യാസവും കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ? ഇത്യാദിയുള്ള സംശയങ്ങൾ പുതുതലമുറയ്ക്ക് തീർച്ചയായും ഉണ്ടാകും. അവരത് മുതിർന്നവരോട് ചോദിക്കും, എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ അമ്മയും പറയും, അച്ഛനും പറയും, കൊച്ചനെ ആവശ്യമില്ലാത്തൊന്നും ചോദിക്കാതെ പാപം കിട്ടും, പാപം കിട്ടും, പാപം കിട്ടുമെന്ന്. ഈ സംശയം കുട്ടിയുടെ മനസ്സിൽ കിടക്കുകയും പിന്നീട് മറ്റു പലരും അനാവശ്യമായ പല അർത്ഥങ്ങളും പറഞ്ഞു കൊടുക്കുകയും അതാണ് സത്യമെന്ന് നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിക്കുകയും ക്രമാനുഗതമായി നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും അവർക്ക് അറപ്പും വെറുപ്പും ഉണ്ടാവുന്നു. അത് വളരെ പ്രകടമാവുകയും ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതര ദേവതകളെ നമ്മൾ ദർശിക്കുന്നതിൽ നിന്ന് വിഭിന്നമായ രീതിയിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്തിനാണ് ഗണപതിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ചെയ്യുന്നത്? തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പൂർവികർ പറയും, ഗണപതിയെ തൊഴാത്തവൻ ഗുണം പിടിക്കില്ല എന്ന്. ഏത് പുണ്യപ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും ഗണപതിയെ സ്മരിക്കും. ഗണപതി ഒരുക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ ഗണപതിയെ ഒന്ന് സ്മരിച്ചിട്ട് മാത്രമേ ഏത് സനാതന സംസ്കാര പ്രകാരമുള്ള ഏത് കർമ്മങ്ങളും സമാരംഭിക്കൂ. അതിന് യാതൊരു സംശയമുള്ള കാര്യമല്ല. ഏത് കർമ്മങ്ങളും വിജയപ്രദമായി പൂർത്തീകരിക്കണമെങ്കിൽ നമ്മൾക്ക് ഏവർക്കും അറിവുള്ളതാണ്, ഗണപതിയുടെ കൃപ അത്യന്താപേക്ഷിതമാണ്. എന്താ ഗണപതിയെ ഇങ്ങനെ ഭജിക്കുവാനുള്ള കാരണം? ഗണപതി ഭഗവാന്റെ ധർമ്മപത്നിമാരായി പറയുന്നത് സിദ്ധിയും ബുദ്ധിയും ഇത്യാദി ദേവതകളാണ്. സിദ്ധി ഇല്ലാത്തവൻ പിണമാ, ബുദ്ധി ഇല്ലാത്തവന്റെ കാര്യം പിന്നെ പറയണോ? അപ്പോൾ സിദ്ധിയെയും ബുദ്ധിയെയും തൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ധരിച്ചിരിക്കുന്നവൻ, സർവ ബുദ്ധിയുടെയും കേന്ദ്രബിന്ദു, സർവ സിദ്ധികളുടെയും ദാതാവ് ഇത്യാദി അനേകം വിശേഷണങ്ങൾ ഗണപതി ഭഗവാനുണ്ട്. നമ്മൾ ഗണപതിയുടെ തൃക്കോവിലിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആ വിഗ്രഹത്തെ ദർശിച്ചുകൊണ്ട് എപ്രകാരമായിരിക്കണം പ്രണമിക്കേണ്ടത്, തൊഴേണ്ടത്, അല്ലെങ്കിൽ ഏത്തമിടേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ പൂർവികർ നമ്മൾക്കായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എത്ര പ്രിയപ്പെട്ട മിത്രങ്ങൾക്ക് അറിയുമോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അറിയാത്തവർക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. വലം കൈയാൽ വാമശ്രവണവും ഇടം കൈവിരലിനാൽ വലം കാതും തൊട്ട കഴലിണ പിണച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലേ പല കുറി തൊടും നേനടിയനെന്നലം കാരുണ്യാബ്ദേ കടകമമ വിഘ്നം ഗണപതേ. എന്റെ ഗണപതി ഭഗവാനെ, അവിടുത്തെ തിരുമുമ്പിൽ അടിയനിത അപേക്ഷിക്കുകയാണ്, പ്രായശ്ചിത്തമായി ഏത്തമിടുകയാണ്. ജന്മജന്മാന്തരങ്ങളായി ഈ ജന്മത്തിലും ഇതിനു മുമ്പുണ്ടായിരുന്ന ജന്മത്തിലും അറിഞ്ഞോ അറിയാതെയോ മാതാപിതാ ഗുരു സഹജർ ഇവരോട് ചെയ്ത സമസ്ത അപരാധങ്ങളും പുറത്ത് ആ പാപഭാരം അടിയന്റെ ചുമലിൽ നിരന്തരം ഭാരമായി പാപമായി മാറാതെ ഭക്തവത്സലനായ ഭഗവാനെ, അങ്ങയ്ക്ക് മാത്രമേ അത് നിമഞ്ജനം ചെയ്യുവാൻ കഴിയൂ, എന്നെ ആ പാപത്തിൽ നിന്ന് മുക്തനാക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ സമസ്ത ചൈതന്യത്തിൻ്റെയും സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഉറവിടമായ ഭക്തവത്സലനായ വിഘ്ന വിനായക, അടിയനിതാ അവിടുത്തെ പാദപത്മങ്ങളെ ശരണം പ്രാപിക്കുന്നു. അവിടുത്തെ തിരുമുമ്പിൽ സമസ്താപരാധവും ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയനെ സമർപ്പിക്കുന്നു ഗണപതി എന്നതാണ് ആ പ്രാർത്ഥനയുടെ ധ്വനിയും സാരവും. ഇതാണ് ആ മന്ത്രം, ഇതാണ് ആരാധനാ രീതി. ഇപ്രകാരം വേണമത്രേ ഗണപതിയെ ആരാധിക്കുവാൻ. അല്ലെങ്കിൽ ഗണപതിയുടെ ദർശനം നടത്തുമ്പോൾ ഇപ്രകാരമായിരിക്കണം നമ്മൾ പ്രണമിക്കേണ്ടത്.
ഇപ്രകാരമായിരിക്കാമെന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാൻ ലളിതമായ രീതിയിൽ. കാലുകൾ പരസ്പരം പിണച്ചും നിന്നുകൊണ്ട് കൈമുട്ടുകൾ പലവട്ടം നിലത്തു മുട്ടിച്ചും കൊണ്ട് ഏത്തമിട്ടുകൊണ്ടു വേണം ഗണപതിയെ തൊഴുവാനും ദർശനം നടത്തുവാനും. മറ്റൊരു ക്ഷേത്ര സന്നിധിയിലെ ആരാധനക്രമത്തിനും ഇപ്രകാരം ഒരു വിധി ആരും പറഞ്ഞിട്ടില്ല. ഗണപതിയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇപ്രകാരം ചെയ്യണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നു. പ്രായം വളരെ കൂടുതലുള്ളവർ ഇന്നും അത് തങ്ങളാൽ ആവുന്ന രീതിയിൽ ആ അനുഷ്ഠാനം ആചരിച്ചു വരുന്നുമുണ്ട്. അത് കാണുമ്പോൾ പുതുതലമുറയിലെ ചിലർക്ക് എന്തിനായി കോപ്രായം കാണിക്കുന്നത് എന്ന് തോന്നുകയും അവർ പരിഹസിച്ച് ചിരിക്കുന്നതും കാണാറുമുണ്ട്. ഏതായാലും എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇടം കാലിന്മേൽ ഊന്നി നിന്നുകൊണ്ട് വലങ്കാല് ഇടതുകാലിന്റെ മുകളിലൂടെ തള്ളവിരൽ മാത്രം തൊടുവിച്ചു നിൽക്കണം. ഇടതുകൈയുടെ പെരുവിരലും ചൂണ്ടാണി വിരലും കൊണ്ട് വലതുകാലിന്റെ മുകൾ ഭാഗത്തും വലത് കൈയുടെ പെരുവിരലും ചൂണ്ടാണി വിരലും കൊണ്ട് ഇടതുകാലിന്റെ മുകൾ ഭാഗത്തും സ്പർശിച്ചുകൊണ്ട് കുമ്പിടുകയും നിവരുകയും വീണ്ടും കുമ്പിടുകയും നിവരുകയും ചെയ്യുകയാണ് ഈ സമ്പ്രദായം. ഇതിന് കണക്കുകൾ പറയുന്നുണ്ട്. ഒന്നുകിൽ 3, അല്ലെങ്കിൽ 5, 7, 12, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 15, 21, 36 ഇത്യാദി രീതികളിൽ നിങ്ങൾക്ക് ഏത്തമിടാം. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? ശരിക്കും നമ്മൾ ഇരുകാലിൻ്റെയും തള്ളവിരലിൽ ഊന്നിയാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ ശരീരത്തിന് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത രക്തപ്രവാഹത്തിന്റെ ശക്തിമത്തായ സാന്നിധ്യം പ്രകടമാകും. ശിരസ് മുതൽ പാദം വരെ വളരെ ശക്തമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കും. ഇനിയും നമ്മുടെ ശരീരത്തിലെ മർമ്മപ്രധാനമായ ഭാഗമാണ് കാതിന്റെ മുകൾ ഭാഗം. ഈ കാതിന്റെ മുകൾ ഭാഗത്ത് ഇരു കൈവിരലും കൊണ്ട് പരസ്പരം പിണച്ചു പിടിക്കുമ്പോൾ അതിലൂടെ ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്റെ പമ്പിങ്ങും മർമ്മ പ്രധാന ഭാഗത്തിലെ സ്പർശനത്തിലൂടെ ശരീരം ഉത്തേജിക്കപ്പെടുകയും ശരീരത്തിന്റെ സർവ്വവിധമായ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതായ തലച്ചോറിലെ നാഡീനരമ്പുകൾ കൂടുതൽ ശക്തിമത്തായി തീരുകയും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായി നടക്കുകയും അതിലൂടെ ഓർമ്മ നിരന്തരം വർദ്ധിക്കുവാനും അലസത അകന്നു പോകുവാനുമുള്ള കാരണമായി മാറാം. ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു വ്യായാമ മുറയെന്ന് വിളിച്ചാൽ പോലും തെറ്റില്ല. അതിലൂടെ ശരീരത്തിലെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ വർദ്ധിപ്പിക്കുക, ശക്തിമത്താക്കി മാറ്റുക, ശരീരത്തിൽ നമ്മുടെ ഓർമ്മയ്ക്ക് അത്യന്താപേക്ഷിതമായി നേരിടേണ്ട തലച്ചോറിലെ നാഡീനരമ്പുകളെ ആക്ടിവേറ്റ് ചെയ്യുക എന്ന ശാസ്ത്രീയത കൂടി ഈ ചടങ്ങിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് സിദ്ധിയും ബുദ്ധിയും എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യനും ജീവിത വിജയം കരഗതമാക്കണമെങ്കിൽ ബുദ്ധി അത്യന്താപേക്ഷിതമാണ്. അതിനോടൊപ്പം സിദ്ധിയുടെ ആവശ്യകതയുമുണ്ട്. ഏതൊരു മനുഷ്യനിലാണോ സിദ്ധിയും ബുദ്ധിയും സമമായി എത്തപ്പെടുന്നതും ആ എത്തപ്പെട്ട സിദ്ധിയെയും ബുദ്ധിയെയും ഏതൊരുവനാണോ യഥാരീതി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നത്, അവന് എന്തും നേടുവാൻ കഴിയും. അവന്റെ മുമ്പിൽ യാതൊരുവിധ മാർഗ തടസ്സങ്ങളും ഉണ്ടാവുകയില്ല. അവന്റെ മുമ്പിലേക്ക് എല്ലാ പാതകളും തുറക്കും. കാരണം സിദ്ധിയാൽ അവൻ യോഗ്യനായിരിക്കുന്നു, അതുപോലെ തന്നെ ബുദ്ധിയാൽ അവൻ ധന്യനുമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഗണപതി പ്രാർത്ഥനയ്ക്ക് അനേകം അർത്ഥകാരണങ്ങളുണ്ട്. ഇത് കേവലം ഒരു പാഴ്പ്രവൃത്തിയായി കാണാതെ, ഒരു ഭോഷ്കായി കാണാതെ, അറിയാവുന്ന രീതിയിൽ കൃത്യമായി നമ്മുടെ പൂർവികർ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിനവും നിങ്ങൾ ഗണപതി ക്ഷേത്രത്തിലേക്ക് എത്തി ഇപ്രകാരമാണ് ഏത്തമിട്ടുകൊണ്ടാണ് ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഏത്തമിടുവാനുള്ള ശ്രമം നടത്തിയാൽ തന്നെ നമ്മുടെ ശരീരം കൂടുതൽ ഉത്തേജിക്കപ്പെടും. ബുദ്ധിയും ജ്ഞാനവും മെമ്മറി പവറും ക്രമത്തിൽ അധികമായി വർദ്ധിക്കും. നമ്മുടെ കർമ്മപദം ശക്തിമത്തായി മാറും. അതാണ് ഗണപതിയുടെ ശക്തി അല്ലെങ്കിൽ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ യാതൊരുവിധ മാർഗതടസ്സവും കൂടാതെ, വിഘ്നങ്ങളും കൂടാതെ ജീവിതം പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആശ്രയിക്കാവുന്ന സന്നിധിയാണ് ഗണപതി ഭഗവാന്റെ. ഗണപതി ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുമ്പോൾ വഴിപാടായി ഓട്ടപ്രദക്ഷിണം നടത്തുവാനോ തൊഴില് ഒരു ചടങ്ങായി മാറ്റാതിരിക്കുവാനോ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അതിനോടൊപ്പം ഇപ്രകാരം ഒരു 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 7 പ്രാവശ്യമോ എങ്കിൽ ഏത്തം കൂടി ഇട്ടുകൊണ്ട് ആ വിധിപ്രകാരം ആ ചടങ്ങിനെ പൂർത്തീകരിച്ചാൽ ഗണപതി ദർശനം നിങ്ങൾക്ക് ഗുണം തന്നെ ചെയ്യും. അതായിരിക്കാം നമ്മുടെ പൂർവികർ പറഞ്ഞത്, ഗണപതിയെ ഗവനിക്കുന്നവന് ഗുണമേ വരൂ. അതുകൊണ്ട് നമ്മൾക്കും വിധിപ്രകാരം ഗണപതി ഭഗവാനെ ഒന്ന് ഗൗനിക്കാം. നമ്മൾ ഗണപതി ഭഗവാനെ ഗൗനിച്ചാൽ ഗണപതി ഭഗവാനും നമ്മളെ ഗൗനിക്കും. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, ഏവർക്കും നമസ്കാരം.